റീൽസ് റെക്കോർഡ് ചെയ്യാൻ മടിയുള്ള കൂട്ടത്തിലാണോ? ഞാൻ ഭയങ്കര മടിയാണ് എനിക്ക് റീൽസ് റെക്കോർഡ് ചെയ്യാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഒരു 30 ഡേയ്സ് ചലഞ്ച് ചെയ്യാം. അതാകുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ 30 ഡേയ്സ് ചലഞ്ചിലെങ്കിലും വേണ്ടിയിട്ട് ഓരോ ദിവസവും റെക്കോർഡ് ചെയ്തിടുമല്ലോ എന്ന് ഞാൻ കരുതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഏത് ടോപ്പിക് ഇടും, അടുത്ത ക്വസ്റ്റ്യൻ അതായി. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലത്തെ ഒരു സെഷനിൽ എനിക്ക് കോൺഷ്യസ് ലിവിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി ഈ കോൺഷ്യസ് ലിവിങ്ങും മൈൻഡ്ഫുൾ ലിവിങ് തമ്മിൽ. ഞാൻ മൈൻഡ്ഫുൾ ലിവിങ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുന്ന ആളാണ്. എൻ്റെ ലൈഫിലാണെങ്കിലും മൈൻഡ്ഫുൾ ലിവിങ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, കൊണ്ടുവരാറുണ്ട്, ചില സമയങ്ങളിൽ വിട്ടുപോകാറുണ്ട്, ബട്ട് സ്റ്റിൽ. അപ്പം ഞാൻ ആലോചിച്ചു എന്താണ് ഈ കോൺഷ്യസ് ലിവിങ്ങും ഈ മൈൻഡ്ഫുൾ ലിവിങ് തമ്മിലുള്ള വ്യത്യാസം. അതായത് നമുക്ക് ഒരു വലിയൊരു വീടുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഡോറാണ് മൈൻഡ്ഫുൾ ലിവിങ്, ബാക്കിയുള്ളതാണ് കോൺഷ്യസ് ലിവിങ്. നമ്മൾ മൈൻഡ്ഫുൾ ലിവിങ് എന്ന് പറയുമ്പോൾ ഈ മൊമെന്റിൽ ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മൈൻഡ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇതാണ് മൈൻഡ്ഫുൾനെസ് ആയിട്ട്, അതായത് ശ്രദ്ധിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ്. മറ്റതെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചിന്തകൾ, നമ്മുടെ ബിലീവ്സ്, നമ്മുടെ വാല്യൂസ്, നമ്മളെ ലൈഫിനെ നമ്മളുടെ പർപ്പസുമായിട്ട് അലൈൻ ചെയ്ത് കൊണ്ടുപോവുക, ക്ലാരിറ്റി, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് കോൺഷ്യസ് ലിവിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മൈൻഡ്ഫുൾ ആൻഡ് കോൺഷ്യസ് ലിവിങ്ങിൽ തന്നെ എൻ്റെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നാളെ ഡേ 1 ആണ്. നിങ്ങൾക്കും എന്നോടൊപ്പം ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കാം. അപ്പം യൂട്യൂബിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചലഞ്ചായിട്ട് നിങ്ങളോടൊപ്പം ഇരുന്ന് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.